അഴകും തലയെടുപ്പുമുള്ള ആനകൾക്ക് എന്നും ആരാധകർ ഏറെയാണ്. അതുപോലെ തന്നെയാണ് ചില പാപ്പാന്മാർക്കും. സ്റ്റാർ പദവിയാണ് ചിലർക്ക്. ആരാധകർ അവർക്കും ഏറെയുണ്ട്. അങ്ങനെയുള്ള ഒരു പാപ്പാനാണ് ഇന്ന് നമ്മോടൊപ്പം. തൃക്കാരിയൂർ വിനോദ്. വിനോദേട്ടാ സുഖല്ലേ? ഇപ്പോൾ വിനോദേട്ടനുള്ളത് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ആനകളിലൊന്നായ ചിറക്കൽ കാളിദാസൻ്റെ കൂടെയാണ്. ഇതിനു മുൻപ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ഒപ്പമായിരുന്നു. അതുപോലെ തന്നെ നിരവധിയായ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനകളുടെ കൂടെയായിരുന്നു വിനോദേട്ടൻ ഉണ്ടായിരുന്നത്. വിനോദേട്ട ഈ ഒരു ഇത്രയും എത്ര വർഷമായി? ശരിക്കും 39 വർഷമായി. വിനോദേട്ടനെ കുറിച്ച് നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആനകൾക്ക് ഒരുപാട് ആരാധകരുണ്ട്. അതുപോലെ തന്നെയാണ് വിനോദേട്ടൻ്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഇതിനൊക്കെ നോക്കിക്കാണുന്നത്? അതിപ്പോൾ നമ്മൾ ഈ വലിയ ആനകളും ഇതുള്ള ആനകളെ കൊണ്ടു നടക്കുമ്പോൾ കുറേ ആൾക്കാർ അതിനോടുള്ളൊരു കമ്പമുള്ള കാരണം നമ്മളോടും അതിൻ്റേതായ ഒരു രീതിയിൽ ഉള്ള പെരുമാറ്റവും കാര്യങ്ങളുമാണ്. ആനപ്പണിയിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലൊരു ആഗ്രഹം ഉണ്ടായി. കൊച്ചച്ഛൻ ആനക്കാരനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിൽ തോന്നി. അങ്ങനെ കൊച്ചച്ഛൻ്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ അങ്ങനെ കുറേ ആളെ അങ്ങനെ നടന്നു. പിന്നെ സ്ഥിരതായി. ഒരാന തെറ്റുമ്പതി ഏതെങ്കിലും വിവരത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളവിടെ ചെല്ലും, സഹായിക്കും. അങ്ങനെ കെട്ടും, തിരിച്ചു പോരും. അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടം. ഇപ്പം പിന്നെ ഈ സ്കോഡൊക്കെ ആയാലും പിന്നെ ആരും അതിലേക്കൊന്നും ശ്രമിക്കണില്ല. പിന്നെ നമ്മൾ ഓരോ ആനയായിട്ട് ഓരോ പൂരപ്പറമ്പിലാണല്ലോ. മറ്റേ ഞങ്ങൾ തടിമില്ലിലാണ്. അപ്പോൾ എപ്പോൾ വിളിച്ചാലും ചെല്ലാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ പോകും, കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പല ആനയെ കെട്ടാൻ പോയ പ്രശ്നമാണ്. പിന്നെ നടുവത്ത് വനം എന്ന് പറഞ്ഞ ഒരു ആന ആലുവ മണപ്പുറത്ത് കിടക്കും. അതിനെപ്പോൾ കെട്ടാൻ പോയി. അപ്പോൾ ഞാനും മനോജും അങ്ങനെ വേറെ ഇതൊക്കെ ആയിട്ടാണ് പോണേ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ കാര്യം അപ്പടി ട്യൂബിലേറ്റും ഒരു സൈഡിൽ പുഴ അങ്ങനെയൊക്കെയുള്ള പ്രശ്നമായിരുന്നു. പിന്നെ ഒരു പ്രകാരം ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ കെട്ടി ലോറി കയറ്റി കൊണ്ടുപോയി. രാമനിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവാനായിട്ട്? രാമന് പണ്ടൊന്നും നിൽക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അന്നൊരു സാഹചര്യത്തിൽ നിൽക്കാൻ ഒരു ചാൻസ് വന്നു. അപ്പോൾ അന്ന് പോരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ നിന്ന് ആന നീരിന്ന് കഴിച്ചു. പിന്നെ രണ്ടാമത് മറ്റേ ആന നീരിലേക്കുമാണ് പിന്നെ ഇവർ വിളിക്കണേ. അങ്ങനെ രാമനിലേക്ക് പോകുന്നു. അപ്പോൾ ഒന്ന് കൊണ്ടുനടക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഇത്ര സ്റ്റാറായ ഒരു ആനയാണല്ലോ, നമുക്കൊരു 10 ദിവസം കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു ഭാഗ്യമാണല്ലോ എന്ന് പണ്ട് നമുക്കൊരു തോന്നലുണ്ടായി. കാളിയുടെ അവിടെയെന്ന് പറഞ്ഞാൽ വരാൻ ഉദ്ദേശിച്ച പണിയല്ല. ഞാൻ ഈ രാമനിൽ നിന്ന് പോയിട്ട് മറ്റേ വന്ന് തിരുവമ്പാടി കണ്ണനാനയ്ക്ക് പോയത്. അപ്പോൾ ഇത് ശരത്തിൻ്റെ അച്ഛൻ മരിച്ച ഒരു ഒഴിവിന് 10-15 ദിവസത്തേക്ക് വന്നതാണ്. പിന്നെ അവൻ വന്നില്ല. പിന്നെ അങ്ങനെ തുടർന്ന് പോയി. അങ്ങനെയാണ് കാളിയുടെ അടുത്തേക്ക് വന്നത്. ആനകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് കീഴ്പ്പെടുന്നില്ല. നമ്മൾ എത്ര വർഷം ആനയെ കൊണ്ടുനടന്നാലും ആന ഇത് വന്യജീവിയാണ്. അതിന് എപ്പോഴേലും മൃഗീയ സ്വഭാവം ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ എന്തൊക്കെ കാണിച്ച് കൊണ്ടുനടന്നാലും അത് ചില സമയത്ത് അതിൻ്റെ മനസ്സിലുണ്ടാവും. പിന്നെ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോകണു. ഇപ്പോൾ നമ്മളെ മക്കളെ വളർത്തണമാതിരി മക്കൾ ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെടണമാതിരി ആനയും ചില സമയത്ത് ദേഷ്യപ്പെടും. അപ്പോൾ നമ്മൾ കുറച്ച് കണ്ടില്ല കുറച്ച് കേട്ടില്ല എന്ന് പറഞ്ഞൊക്കെ അങ്ങ് പോകണം. അതാണ് ഇതിൻ്റെ കാര്യം. തീർച്ചയായും അത് ആ എക്സ്പീരിയൻസിൽ നിന്ന് ഇത്രയും വർഷത്തെ ഒരു തൻ്റെ ഈ ആന ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.